തിരികെ വാർത്തകളിലേക്ക്. ഫോർട്ട് കൊച്ചിയിലെത്തുന്ന സന്ദർശകരുടെ നടുവൊടിച്ച് കൽവത്തി റോഡ് പുനർനിർമ്മാണത്തിനായി പൊളിച്ച റോഡിൽ അപകടങ്ങൾ പതിവാകുകയാണ്. നിർമ്മാണം ഇനിയും വൈകിയാൽ റോഡ് ഉപരോധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വണ്ടി പോലും ചൂട് ഓടാൻ പറ്റില്ല. ദേവിയുടെ പാലം പണിത് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അതും തുറന്നു കൊടുക്കില്ല. ഈ റോഡിന്റെ അവസ്ഥ വേണ്ട. ഇവിടെ MLA MP മാരൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. അതിന്റെ പേരാണ് പണിയൊക്കെ പെൻഡിങ് ഇട്ട് വെച്ചേക്കുന്നത്. നടുവേദന വണ്ടി ഓടിച്ചിട്ട്. ഇതൊരു ഓട്ടോ ഡ്രൈവറുടെ മാത്രം പരാതിയല്ല, ഫോർട്ട് കൊച്ചിക്കാരുടെ പ്രതിഷേധമാണ്. ഫോർട്ട് കൊച്ചിയെയും മട്ടാഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിലൊന്നാണ് കൽവത്തി. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ കീഴിൽ റോഡ് നവീകരണത്തിനായി പൊളിച്ചിട്ടതാണ്. വർഷം 4ആയി. കരാറുകാരൻ തിരിഞ്ഞു നോക്കുന്നില്ല. പൊടിശല്യം കാരണം പ്രദേശവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണുള്ളത്. 3 വർഷമായി. കൊറോണക്ക് മുന്നായിട്ട് പാലം ഇത് പൊളിച്ചാണ് രണ്ടാമത് പണിയാനായിട്ട്. അത് കഴിഞ്ഞതിന്റെ ശേഷം പാലം പണിത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് ഈ റോഡിന്റെ പണി ഇതുവരെക്കും പൂർത്തീകരിച്ചിട്ടില്ല. കാരണം ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, കിടപ്പിലായവരുണ്ട്, പിഞ്ചു പൈതങ്ങൾ, 1 വയസ്സ് 2 വയസ്സ് 6 മാസമൊക്കെ ഉള്ള പിള്ളേരൊക്കെ കുടുംബത്തിൽ താമസിക്കുന്നുണ്ട്. ദിനം പ്രതി ഈ പൊടി ശ്വസിച്ചിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല അസുഖങ്ങളും ബാധിച്ചുകൊണ്ട് പല ബുദ്ധിമുട്ടുകളിലും കഴിയുന്നവരാണ് ഹോസ്പിറ്റലായിട്ടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷത്തോളമായി. ഈ 3 വർഷമായിട്ടും ഒരു അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവുമില്ല. ചേരി നിവാസികളാണ്, അന്നന്നത്തെ കാര്യത്തിന് വേണ്ടി നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതിനു വേണ്ടി ഇറങ്ങാനുള്ളൊരു അവസ്ഥയല്ല. അപ്പോൾ ഇത് അധികാരികൾ ഇതാക്കണം. ഇപ്പോൾ ഒരു വികസനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി വരും. ഇപ്പോൾ ഇത് അധോഗതിയായി ഈ അവസ്ഥയിലായിട്ട് പോലും ആർക്കും ഒരു ഇതില്ല. റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓടുന്ന പൈസ വണ്ടിക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കേണ്ട വരും. പണിയാനൊക്കെ ആയിട്ട് ഭയങ്കര ഇടങ്ങേറാണ് വണ്ടി പോണതും. പിന്നെ പുലിക്കൊക്കെ വന്നതിനാണ് വണ്ടി തട്ടലൊക്കെ ഉണ്ട്. ഇപ്പൊ ഓടണ ആഴ്ച വണ്ടി നന്നാക്കാൻ വേണ്ടി തന്നെ ചെലവാക്കണം. കാരണം റോഡിന്റെ അവസ്ഥ അത്രയും ദയനീയമാണ്. നമ്മ ഓടി ഓടി നടു കാല് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി തന്നെയുള്ള ഓടണം. ഇവര് വന്നിട്ട് ഇന്ന് കുയിക്കും, നാളെ വന്നിട്ട് മൂടും, പിന്നെയും കുയിക്കും, പിന്നെയും മൂടും. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. വിദേശികളും സ്വദേശികളും അടക്കം നിരവധി പേരാണ് ദിവസവും ഫോർട്ട് കൊച്ചിയിലെത്തുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡും പൊടിയും കാരണം റോഡിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. CSML കീഴിലായതിനാൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് PWD പറയുന്നത്. പലതവണ പരാതിയുമായി കളക്ടറെ സമീപിച്ചുവെങ്കിലും കരാറുകാരന്റെ അനാസ്ഥ എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. കരാറുകാരനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. കളക്ടറിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല. കളക്ടറിന് നമ്മൾ പല തവണയായിട്ട് കളക്ടർ ഓഫീസിൽ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. കളക്ടർ അടുത്ത് ഇമെയിൽ ചെയ്തിട്ട് കളക്ടറിന് തീരെ മറുപടിയില്ല. ഈ കളക്ടർ കാണാനിട്ടാണോ അല്ലെ ഞങ്ങളെ അവോയ്ഡ് ചെയ്യണാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കളക്ടറിനെ കളക്ടറിന് വാട്സപ്പിൽ മെസ്സേജ് വരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു മറുപടിയുമില്ല. ഈ കളക്ടറും ഞങ്ങൾ അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നത് PWDയുടെ പ്രൊജക്റ്റ് അല്ലാതെ കാരണം അവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. CSML ഓഫീസിൽ 9 തവണ ഇതിക്ക് മുമ്പ് പോയിട്ടുണ്ട്. ഈ ചുങ്കമ്പാലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി 9 തവണ പോയിട്ടും അവരുടെ GM രാജി എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ടില്ല. അവർക്ക് ഇമെയിൽ ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് അവർ മറുപടി തന്നിട്ടില്ല. ഫോൺ ചെയ്താൽ എടുക്കില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. നിർമ്മാണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. News 18 കൊച്ചി.